വിശുദ്ധ വേദപുസ്തകത്തിലെ പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായമാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. വിക്കനായ മോശയ്ക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു അധ്യായം അത്രയത്. ദൈവത്തിന്റെ വിവിധ സ്വഭാവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ, ദൈവം നമ്മോട് ഇന്ന് സംസാരിക്കുക തന്നെ ചെയ്യും. പുറപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ യോസഫിനെ അറിയാത്ത ഒരു രാജാവ് മിസ്രൈമിൽ ഭരണത്തിൽ വരികയാണ്. അവർ അത്യന്തം കാഠിന്യത്തോടെ ഇസ്രായേൽ മക്കളോട് പെരുമാറുകയാണ്. അവരെ ഊഴിയ വേലകളാൽ കഷ്ടപ്പെടുത്തുകയാണ്. അവർക്ക് ശമ്പളമില്ലാതെ, അവർക്ക് സ്വാതന്ത്ര്യമില്ലാതെ, അവർക്ക് കട്ടയുണ്ടാക്കേണ്ടതിന് വേണ്ടി അസംസ്കൃത വസ്തുക്കൾ കൊടുക്കാതെ റയംസെസ്, പീതോം എന്ന് പറയുന്ന 2 സംഭാര നഗരങ്ങളെ പണിയേണ്ടതിന് വേണ്ടി അവരെ ചുമതലപ്പെടുത്തുകയാണ്. താളടി തേടി ഇസ്രായേൽ മക്കൾ എങ്ങും പരക്കം പാഞ്ഞു നടക്കുകയാണ്. അത്യന്തം അവരുടെ ജീവിതത്തെ കയ്പായി തീർന്ന, കഷ്ടതയുടെ കയ്പ് നീർ കുടിച്ചുകൊണ്ട് കഷ്ടതയുടെ ഇരുമ്പ് ചൂളയിലൂടെ അവർ കടന്നു പോകുന്ന ഒരു ചിത്രമാണ് പുറപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ലേവി പുരുഷൻ ഒരു ലേവി കന്യകയെ കല്യാണം കഴിക്കുകയാണ്. അമ്രാം യോക്കെബാദ് ദമ്പതികൾക്കുണ്ടായ മോശ സുന്ദരൻ എന്ന് തന്റെ ജനനത്തിൽ മാതാപിതാക്കൾ കണ്ടതുകൊണ്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെക്കുകയാണ്. മോശ കൊട്ടാരത്തിൽ വളർന്നു വന്നത് കൊട്ടാരത്തിലെ ഒരു രാജകുമാരന് ലഭിക്കാവുന്ന എല്ലാവിധമായ പരിശീലനത്തോടും കൂടെയാണ്. ആദ്യത്തെ 40 വർഷം കൊട്ടാരത്തിൽ താൻ വളർന്നു വരുന്നത്. ഒരു ദിവസം താൻ തന്റെ വേല ചെയ്യുവാൻ കടന്നു ചെന്നതായ സമയത്ത് താൻ കാണുകയാണ്, ഒരു മിസ്രൈമ്യൻ തന്റെ സഹോദരനായ ഒരു എബ്രായനോട് അന്യായം ചെയ്യുകയാണ്. പെട്ടെന്ന് മോശ ഇടപെടുകയും മിസ്രൈമിനെ അടിച്ചു കൊന്ന് ഇസ്രയേലിനെ രക്ഷിക്കുകയും ചെയ്യുകയാണ്. പിറ്റേ ദിവസം എബ്രായർ തമ്മിൽ വിഷയമുണ്ടാകുമ്പോൾ മോശ മധ്യസ്ഥനായി ചെന്നപ്പോൾ, ഇന്നലെ നീ മിസ്രൈമിനെ അടിച്ചു കൊന്നതുപോലെ ഞങ്ങളെയും കൊല്ലുവാൻ കടന്നു വന്നിരിക്കുന്നുവോ? നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതി ആക്കിയിരിക്കുന്നത് ആർ എന്ന് ചോദിച്ചുകൊണ്ട് മോശക്കെതിരെ കയർത്തു സംസാരിച്ചപ്പോൾ മോശ പ്രാണരക്ഷാർത്ഥം മിസ്രൈമിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ 3-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മോശ അന്ന്, അതായത് 40 വർഷം മിസ്രൈമിലെ കഴിഞ്ഞ് 40 വർഷം മരുഭൂമിയിലെ ആടുമേയ്ക്കയുടെ അവസാന ഘട്ടത്തിൽ താൻ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ആടുകളെയും മേയിച്ചുകൊണ്ട് കടന്നു ചെല്ലുകയാണ്. അന്ന് താൻ അസാധാരണമായ ഒരു കാഴ്ച കാണുകയാണ്. ഒരു മുൾപടർപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ താൻ കണ്ടിട്ടുള്ള കാട്ടുതീയിലൊക്കെ വിറക് അല്ലെങ്കിൽ മരങ്ങൾ കത്തി ചാരമായി പോകുകയാണ്. എന്നാൽ ഈ കാഴ്ചപ്പാടിന് ഒരു വ്യത്യസ്തതയുണ്ട്. തീ പിടിക്കുന്നുണ്ടെങ്കിലും മുൾപടർപ്പ് വെന്തു പോകുന്നില്ല. ഈ കാഴ്ച എന്തെന്ന് കാണുവാൻ മോശ അടുത്ത് ചെന്നപ്പോൾ മുൾപടർപ്പിനുള്ളിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായിട്ട് ഇങ്ങനെ പറയുകയാണ്, മോശ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക, നീ ഇങ്ങോട്ട് അടുത്തു വരരുത്. മോശ ദൈവ ശബ്ദം കേൾക്കുകയാണ്. മോശ ഒരു അത്യന്തമായി ഭയപ്പെടുത്തുന്ന കാഴ്ച കാണുകയാണ്. ദൂതനെയും കണ്ടു കഴിഞ്ഞപ്പോൾ മോശ നോക്കുവാൻ ഭയപ്പെട്ടുകൊണ്ട് തന്റെ മുഖം മൂടിയെന്ന് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നീ കണ്ട കാഴ്ചയുണ്ടല്ലോ, ഈ മുൾപടർപ്പ് കത്തുന്ന കാഴ്ച, ഇത് എൻ്റെ ജനം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കിടന്ന് അനുഭവിക്കുന്ന കഷ്ടതയാണ്. അവർ മിസ്രൈമിന്റെ ഇടിമ്പ് ചൂളയ്ക്കകത്ത് കിടന്ന് വേകുകയാണ്, പക്ഷെ അവർ ചാരമായി പോകുന്നില്ല. മോശ, നീ ഈ 40 വർഷം മരുഭൂമിയിൽ കിടന്ന് നീ വേകുകയാണ്, അഥവാ നീ തീ തിന്നുകയാണ്, എങ്കിലും നീ നശിച്ചു പോകുന്നില്ല. കാരണം ഇസ്രായേലിനെ കുറിച്ചും നിന്നെ കുറിച്ചും എനിക്കൊരു പദ്ധതിയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ കഷ്ടതയുടെ കഠിന ചൂളയിലൂടെ നിങ്ങൾ കടന്നു പോകുകയാണെങ്കിൽ നിങ്ങൾ തകർന്നു പോകാത്തത്, മുടിഞ്ഞു പോകാത്തത്, നശിച്ചു പോകാത്തത്, വെന്തു പോകാത്തത് സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പക്ഷേ പദ്ധതി ഉള്ളത് കൊണ്ടായിരിക്കാം. സ്വർഗത്തിലെ ദൈവം മോശയ്ക്ക് വെളിപ്പെട്ടപ്പോൾ ദൈവം പറയുന്ന, ആമേൻ, തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന 1-ാമത്തെ കാര്യം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മോശ, ഞാൻ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്.
ദൈവം ആരാണ്? ഒന്ന്, ദൈവം പിതാക്കന്മാരുടെ ദൈവമാണ്. 90-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ മോശ പാടുകയുണ്ടായി, കർത്താവേ, തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾ ദൈവത്തെ അറിഞ്ഞതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൃപയാൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുവാൻ, ദൈവവചനം ചെറുപ്രായം മുതൽ പഠിക്കുവാൻ എനിക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അനുഭവമുള്ള ദൈവമക്കൾക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതെ, നമ്മുടെ പിതാക്കന്മാർ മുതൽ നാം ദൈവത്തെ സേവിക്കുന്നവരാണ്. എന്നാൽ പാരമ്പര്യമായി നാം കർത്താവിനെ അറിഞ്ഞവരല്ല. നാം കുരിശുമൂട്ടിൽ ചെന്ന് യേശുവെ, ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞ് വ്യക്തിപരമായി പുതുജീവിതം പ്രാപിച്ചത് കൊണ്ടാണ്, വീണ്ടും ജനനം പ്രാപിച്ചത് കൊണ്ടാണ്, മാനസാന്തരപ്പെട്ടത് കൊണ്ടാണ് നാം ഒരു ദൈവത്തിന്റെ പൈതലായി തീരുന്നത്. ഒന്ന്, ദൈവമാരാണ്? പിതാക്കന്മാരുടെ ദൈവമാണ്. അബ്രഹാമിനെ അനുഗ്രഹിച്ച ഇസഹാക്കിനോട് കൂടെ ഇരുന്ന് യാക്കോബിന്റെ പേര് മാറ്റി ഇസ്രായേലാക്കിയ ദൈവമത്രേ ഞാൻ. ആ ദൈവമാണ് നിനക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നത്. അവരോട് വാഗ്ദത്തം ചെയ്ത് വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ ഞാൻ നിറവേറ്റുമെന്ന് മോശയോട് ദൈവം പറയാതെ പറയുകയാണ്. രണ്ടാമത്തെ ദൈവം പറയുന്ന വാക്യം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ്. അവിടെ ദൈവത്തെ വെളിപ്പെടുത്തുന്നത് ഞാൻ അവരുടെ കഷ്ടത കാണുന്ന ദൈവമാണ്. എന്നെ ആരും കാണുന്നില്ല, എൻ്റെ കഷ്ടത ആരും കാണുന്നില്ല, എന്നെ അറിയുന്നവർ ആരുമില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ഇന്ന് പറയുന്നു, ഞാൻ കഷ്ടത കാണുന്ന ദൈവം. അടുത്ത ചിന്ത, ഞാൻ അവിടെ നിലവിളി കേൾക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ നിലവിളി ആരും കേൾക്കുന്നില്ല എങ്കിലും സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ നിലവിളി കേൾക്കുന്നവനാണ്. കണ്ണുനീരിനെ മറികടക്കാത്തവനാണ്. കണ്ണുനീര് കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ്. ദൈവം അടുത്തതായിട്ട് 4-മതായി മോശയോട് പറയുകയാണ്, മോശ, ഞാൻ കേൾക്കുന്ന ദൈവമാണ്. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്ന ദൈവമാണ്. ഒന്ന്, ദൈവം പിതാക്കന്മാരുടെ ദൈവം. രണ്ട്, ദൈവം അവരെ കാണുന്ന ദൈവം. അതെ, ദൈവം അവരെ കേൾക്കുന്ന ദൈവം. ദൈവം അവരുടെ സങ്കടങ്ങൾ അറിയുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും എൻ്റെ സങ്കടം കാണുവാൻ ആരുമില്ല, എന്നെ നിലവിളി കേൾക്കുവാൻ ആരുമില്ല, എന്നെ അറിയുവാൻ ആരുമില്ല എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നമ്മെ ഉള്ളതുള്ളതുപോലെ അറിയുന്ന ദൈവമാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ദൈവം ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്, സ്തോത്രം, അടിമ വീടായ മിസ്രയീമിൽ നിന്നും പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് അവരെ കൊണ്ടുപോകുവാൻ, അവരെ വിടുവിക്കുവാൻ ഞാൻ ഇറങ്ങി വന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ 5-ാമത്തെ പ്രത്യേകത, അവിടുന്ന് വിടുവിക്കുന്ന ദൈവമാണ്. നിങ്ങളെ വിടുവിക്കുന്ന, നിങ്ങളെ രക്ഷിക്കുന്ന, നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന, ഒരു റാഡിക്കൽ ചേഞ്ച് അഥവാ ഒരു സമൂല പരിവർത്തനം മാറ്റുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അത് അവിടുന്ന് വിടുവിക്കുന്ന ദൈവമാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ദൈവം മോശയോട് പറയുകയാണ്, മോശ, നീ വരിക, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കുമെന്ന് ഒരു നിയോഗം ദൈവം കൊടുക്കുകയാണ്. എത്ര പേർക്ക് ഇന്ന് ആഗ്രഹമുണ്ട് ദൈവം നിങ്ങൾക്കൊരു നിയോഗം തരുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ? ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാക്കാമെന്നത് ഒരു നിയോഗമായിരുന്നു. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും എന്നുള്ളത് ഒരു നിയോഗമായിരുന്നു. ദൈവം തന്റെ ഗ്രേറ്റ് കമ്മീഷൻ മത്തായി 28:18 ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ പുറപ്പെട്ടു പോകുക, സകല സൃഷ്ടിയോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. അതത്രേ ദൈവത്തിന്റെ അവസാനത്തെ നിയോഗമെന്ന് പറയുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് മോശയോട് പറയുന്നത്, നീ മിസ്രയീമിൽ നിന്ന് തന്റെ ജനത്തെയും പുറപ്പെടുവിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ഈ ഹോരേബിൽ നീ എന്നെ ആരാധിക്കും. അതെ, ദൈവം ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. നമ്മുടെ ദൈവം ആരാധന കൊതിയനല്ല, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. അവൻ ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ്. അവൻ ആരാധനയിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ നിങ്ങൾക്ക് ആരാധിപ്പാൻ കഴിയുമോ? സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കഴിയുമോ? അങ്ങനെയുള്ളവർക്ക് ദൈവം അനുഗ്രഹങ്ങൾ പകരുന്ന ദൈവമാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം ദൈവത്തിന്റെ മറ്റൊരു വെളിപ്പാടാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ദൈവം പറയുകയാണ്. ആ അതേ പദം പുതിയ നിയമത്തിൽ നമുക്ക് യേശു ക്രിസ്തുവിലൂടെയാണ് കാണുവാൻ കഴിയുന്നത്. ഭയപ്പെടണ്ട, ഞാൻ ആകുന്നു എന്ന് ആ കടലിൽ വെച്ച് യേശു അവരോട് പറയുകയാണ്. ഞാൻ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. അങ്ങനെ ഞാനാകുന്നു എന്നുള്ള 7 അവകാശവാദങ്ങൾ യേശു പറയുന്നുണ്ട്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുവാൻ കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ഐ ആം ദാറ്റ് ഐ ആം എന്ന് പറയാൻ യോഗ്യനായ
യോഗ്യതയുള്ള ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അതത്ര കർത്താവായ യേശു ക്രിസ്തു. അത് മോശയ്ക്ക് ആ നാമം ദൈവം വെളിപ്പെടുത്തുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം തന്നെ തന്നെ ആമേൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആമേൻ 3-ന്റെ 10-11 വാക്യത്തിൽ വരുമ്പോൾ ആമേൻ അനുഗ്രഹത്തോടെ നിങ്ങളെ പുറപ്പെടുവിക്കുന്ന ദൈവമാണെന്ന് ദൈവം പറയുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പഴയ നിയമത്തിൽ മോശയിലൂടെ വാഗ്ദത്തം കൊടുത്ത് ദൈവം വെളിപ്പെടുത്തി ആമേൻ കനാനിലേക്ക് കൊണ്ടുവന്നെങ്കിൽ, പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിരിക്കുകയാണ്. അടിമ വീടായ ഈ ഭൂമിയിൽ നിന്നും, ഈ മിസ്രൈമിൽ നിന്നും, ഈ പരദേശവാസത്തിൽ നിന്നും നമ്മെ പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്നത്രേ കർത്താവിന്റെ വാഗ്ദത്തം. അതിന് മോശയായിരുന്നു പഴയ നിയമത്തിലെ നേതാവെങ്കിൽ, പുതിയ നിയമത്തിലെ നമ്മുടെ നേതാവ്, നമ്മുടെ മധ്യസ്ഥൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ രക്ഷകൻ യേശുക്രിസ്തുവാണ്. യേശുവാണ് നമ്മെ ഇവിടെ നിന്നും പുറപ്പെടുവിച്ച് അവിടുത്തെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ പോകുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഒരുക്കിയാൽ പിന്നെയും ആമേൻ കടന്നു വന്ന് നിങ്ങളെ എൻ്റെ അടുത്ത് ചേർത്തുകൊള്ളാം. കാരണം എൻ്റെ അടുക്കൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. നമ്മുടെ കർത്താവ് ആരാണ് എന്നാണ് പുറപ്പാട് 3-ൽ നാം ചിന്തിച്ചത്. 1, അവിടുന്ന് പിതാക്കന്മാരുടെ ദൈവമാണ്. 2, നമ്മുടെ കഷ്ടത കാണുന്ന ദൈവമാണ്. 3, ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവമാണ്. 4, അവിടുന്ന് നമ്മുടെ പ്രാണസങ്കടങ്ങൾ അറിയുന്ന ദൈവമാണ്. 5, ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. 6, ദൈവം നമ്മെ വിളിച്ച് തെരഞ്ഞെടുത്ത് നമ്മെ നിയോഗം തന്ന് പറഞ്ഞയക്കുന്ന ദൈവമാണ്. ആമേൻ. അടുത്തതായിട്ട് ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. അടുത്തത് ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ആമേൻ. ജനത്തെ ആമേൻ മടക്കി വരുത്താമെന്ന് വാഗ്ദത്തം കൊടുത്ത മോശയെ പുറപ്പെടുവിക്കുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം ഇത്രത്തോളം ഒരു മനുഷ്യന് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു അധ്യായമുണ്ടോ എന്നെനിക്ക് സംശയമാണ്. അതും സാധാരണക്കാരനായ ആമേൻ മോശ എന്ന വിക്കന് വേണ്ടി ദൈവം ഇത്രത്തോളം വെളിപ്പെടുത്തിയെങ്കിൽ, ഇന്ന് സ്വർഗത്തിലെ ദൈവം ആമേൻ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവം പണ്ട് ഭാഗമായും വിവിധമായും സംസാരിച്ചു വന്നത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അത് തിരിച്ചറിയാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചത് ശിശുക്കൾക്കും മുല കുടിക്കുന്നവർക്കും വെളിപ്പെടുത്തിയതുപോലെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയല്ലോ, അതോർത്ത് സ്തോത്രം. അവൻ വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിന് മുമ്പിൽ നമുക്കിങ്ങനെ പറയാം, എൻ്റെ കഷ്ടത കാണുന്ന, എൻ്റെ സങ്കടങ്ങൾ അറിയുന്ന, എൻ്റെ നിലവിളി കേൾക്കുന്ന, എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം മുമ്പിൽ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല കർത്താവേ, കേൾപ്പിച്ച മനോഹരമായ തിരുവെഴുത്തുകൾക്കായിട്ട് സ്തോത്രം. കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന, കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്ന, സങ്കടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന, വിടുതൽ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മിസ്രയീം എന്ന അടിമ തീച്ചൂളയിൽ ഇറങ്ങി വന്ന് വിടുവിച്ച ദൈവം, മോശയ്ക്ക് വെളിപ്പെട്ട ദൈവം, ആമേൻ, ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരെയും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് അങ്ങനെ തന്നെ കൽപ്പിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കേൾക്കുന്നതെങ്കിൽ, അല്ല ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ ഏത് സമയത്തും വിളിക്കുവാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് ഉറപ്പ് തരുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.